കണ്ണുകെട്ടിപ്പയറ്റ് നടത്തി മികവ് തെളിയിച്ച സാത്വിക പ്രവീണിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും നമ്മുടെ പ്രിയപ്പെട്ട MLA-യുമായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ, ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യനിൽ ധ്യാൻചന്ദ് അവാർഡ് ജേതാവായ ശ്രീമതി KC ലേഖ, കരിക്കകം വാർഡ് കൗൺസിലർ ആയ ശ്രീ DG കുമാരൻ സർ, മുൻ മേയർ ശ്രീകുമാർ സർ, അഡ്വക്കേറ്റ് M ശാന്ത മാം, ചാക്ക വാർഡ് കൗൺസിലർ, പേട്ട വാർഡ് കൗൺസിലർ ശ്രീമതി സുജാദേവി മാം, DCC ജനറൽ സെക്രട്ടറി ശ്രീ ജയചന്ദ്രൻ സർ, APRA സെക്രട്ടറി ശ്രീ സുധീഷ് സർ, സാഹിത്യകാരൻ ശ്രീ സുഗു പാൽകുളങ്ങര സർ, അതുപോലെ തന്നെ ഗുരുക്കൾ ശ്രീ VS രാജേഷ് നായർ, ശ്രീചക്ര സ്കൂൾ ഓഫ് കളരിപ്പയറ്റ്. ആമുഖ സംഭാഷണം നടത്തുന്നതിലേക്കായി ആറ്റിങ്ങൽ ടാൻഡം ഡയറക്ടർ ഡോക്ടർ B രാധാകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 8 വയസ്സും 3 മാസവും പ്രായമുള്ള സാത്വിക പ്രവീൺ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ്. കളരിപ്പയറ്റിലെ കുറുവടിപ്പയറ്റ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ കണ്ണുകെട്ടി കളരിപ്പയറ്റ് നടത്തി ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ 1 മിനിറ്റും 8 സെക്കൻഡും കൊണ്ട് ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ഒരു രീതിയാണ് അവലംബിച്ചത്. അതിന് ആണ് ഇത്തരത്തിലുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു റെക്കോർഡ് സാത്വിക പ്രവീണിന് കിട്ടിയത്. ഇന്നിവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ സമുദായത്തിലെ സമൂഹത്തിലെ അറിയപ്പെടുന്ന വ്യക്തികളുടെ മുന്നിലാണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. സാത്വിക പ്രവീൺ ഏത് രീതിയിലാണ് ആ അവാർഡ് നേടിയത്, ആ റെക്കോർഡ് നേടിയത് എന്ന് ഇന്ന് ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ച് കാണിക്കും. ഇതിൽ പലർക്കും എന്താണ് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് അറിയാമോ എന്നെനിക്കറിയില്ല. എങ്കിൽ പോലും വളരെ ചുരുക്കി ഞാനത് എന്താണെന്ന് പറയാം. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് 2006 തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഈ പറയുന്ന 19 വർഷക്കാലമായിട്ട് വളരെയധികം പേർക്ക് ഇത്തരത്തിലുള്ള റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അവർ നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരു മെമൻറ്റോ ഉണ്ടാവും, പിന്നെ ഒരു പെന്ന്, ഒരു പേന, അതുപോലെ ഒരു ബാഡ്ജ് കൊടുക്കും, പിന്നെ ഒരു മെഡൽ നൽകും. ഇത്തരത്തിലുള്ള സമ്മാനങ്ങളാണ് അവർ കൊടുക്കുന്നത്, അല്ലാതെ ക്യാഷ് പ്രൈസ് അല്ല. നിങ്ങൾ കേട്ടുണ്ടാകും ഈ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നിങ്ങൾ കേട്ട് കാണും. അതും ഇന്ത്യയിലുള്ള അറിയപ്പെടുന്ന ഒരു ഇതുപോലുള്ളൊരു സംഭവമാണ്. പക്ഷേ രണ്ടുമായിട്ടുള്ള വ്യത്യാസം, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ അത് കൊടുക്കൂ, ഇന്ത്യക്കാരായിട്ട് കഴിയുന്നവർക്ക് മാത്രം. പക്ഷേ ഈ പറയുന്ന സംഗതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആവുമ്പോൾ ഇന്ത്യക്കാരായിട്ട് ഇന്ത്യക്ക് പുറത്തുള്ളവർക്കും ഈ സമ്മാനം കൊടുക്കുന്നു എന്നാണ് ഇതിനൊരു വ്യത്യാസം. പിന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നിങ്ങൾക്കറിയാം ഗിന്നസ് റെക്കോർഡ്, അത് ലോകം മുഴുവനും കണക്കാക്കിയാണ്. പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡുണ്ട്, അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡുണ്ട്, വിയറ്റ്നാം ബുക്ക് ഓഫ് റെക്കോർഡ്, ഇങ്ങനെ പറഞ്ഞ പല രാജ്യങ്ങളിലും പ്രത്യേകം ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. അതിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് അങ്ങനെ കിട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം, ഞങ്ങളുടെ പിതാവ് ഭാസ്കരൻ ശാസ്ത്രികൾ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനും പൊതുപ്രവർത്തകനും കഥകളി നടനും അധ്യാപകനും ഒക്കെ ആയിരുന്നു. ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്താനായിട്ട് ഞങ്ങളുടെ പിൻതലമുറക്കാർക്ക് കഴിയുന്നു എന്നുള്ളത് അത്യധികമായ സന്തോഷമാണ്. എൻ്റെ സഹോദരൻ പ്രസിദ്ധനായിട്ടുള്ള കരിക്കകം ത്രിവിക്രമൻ്റെ ചെറുമകളാണ് സാത്വിക പ്രവീൺ. അവൾക്കാണ് ഈ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ളത് അവരുടെ ഗുരുക്കളായിട്ടുള്ള ശ്രീ രാജേഷാണ്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈ കൊച്ചുകുട്ടി 3 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ കളരിപ്പയറ്റ് രംഗത്തേക്ക് അങ്ങ് ഇറങ്ങി. അപ്പോൾ അതിന് ഗുരുവിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രീ രാജേഷിന് അതിന് വലിയൊരു പങ്കുണ്ട്. എന്തായാലും നല്ല രീതിയിൽ കളരിപ്പയറ്റിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു.
അത് പ്രധാനമന്ത്രി, പ്രസിഡന്റ് മുതൽ ആര് വേണമെങ്കിലും ആവാം. പക്ഷേ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് ഇവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ശ്രീ കടകംപള്ളിയെ കൊണ്ടും മറ്റുമൊക്കെ ആ അവാർഡ് ഇന്ന് കൊടുപ്പിക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. നമ്മുടെ പ്രിയപ്പെട്ട മുൻ മന്ത്രിയും കഴക്കൂട്ടം MLA-യും ആയ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷവും അതിലേറെ അഭിമാനവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് നിമിഷങ്ങളിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. സാത്വികയുടെ മുത്തച്ഛൻ സമാദരണീയനായിട്ടുള്ള ഭാസ്കരൻ ശാസ്ത്രികൾ, അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. സ്കൂളിലല്ല, ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള അന്ന് ആനറയിൽ ഊളംകുഴി ഭാഗത്ത് പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള അജന്ത ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ സത്യത്തിൽ അത് ഓർക്കുമ്പം തന്നെ പിന്നീടൊരു മലയാളം അധ്യാപകനാകാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യമെല്ലാം വന്നത് ശാസ്ത്രികളുടെ മലയാള ഭാഷ പരിജ്ഞാനവും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതായിട്ടുള്ള ഭാഷയെ സംബന്ധിക്കുന്ന അറിവുമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് ഞാനും ഒരു മലയാളം അധ്യാപകനായിട്ട് മാറി. കഥകളിയോട് അടങ്ങാത്തൊരു അഭിനിവേശം ഉണ്ടായിരുന്നു സാറിന്. അങ്ങനെയായിരുന്നു അദ്ദേഹം. കഥകളിയോട് അടങ്ങാത്ത അഭിനിവേശം, കഥകളി സാഹിത്യത്തിലുള്ള വല്ലാത്തൊരു അറിവ്, ഇതെല്ലാം യഥാർത്ഥത്തിൽ സമ്മേളിച്ച ഒരു സർവകലാ വല്ലഭനായിരുന്നു ഈ സാത്വികയുടെ മുത്തച്ഛൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ 10 ഗുണം 10 ഗുണമെന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ആ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബം വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തുമെല്ലാം തന്നെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന കുടുംബമായിട്ട് മാറിയത്. എല്ലാം കൊണ്ടും കലയുടെ കാര്യത്തിലും സാഹിത്യത്തിൻ്റെ കാര്യത്തിലും ഭാഷയുടെ കാര്യത്തിലും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഇവിടെ നമ്മളിന്ന് ആദരവ് കൊടുക്കുന്നതായിട്ടുള്ള സാത്വിക എന്ന 8 വയസ്സുകാരി. അവളുടെ മികവ്, അവളുടെ കഴിവ്, ഇവരെ എല്ലാവരെയും കടത്തിവെട്ടുന്നതായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ച് ഇന്നിപ്പോൾ നമ്മുടെ എല്ലാം അഭിമാനപാത്രമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. കണ്ണുകെട്ടി കുറുവടി പയറ്റ് നടത്തുക എന്ന് പറയുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ സംബന്ധിച്ചിടത്തോളം രാധാകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അനന്യമായിട്ടുള്ള കഴിവുകളുള്ള ആളുകളെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. പ്രത്യേക കഴിവുകളുള്ള ആളുകളെ അടയാളപ്പെടുത്തുക, അവർക്കൊരു സിഗ്നേച്ചർ കൊടുക്കുക, അവരെ അംഗീകരിക്കുക, അവരാ കഴിവുള്ളവരാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവരെ അംഗീകരിക്കുക. അതാണ് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ 8-ാം വയസ്സിൽ 1 മിനിറ്റും 8 സെക്കൻഡും കൊണ്ട് കളരിപ്പയറ്റിലെ കുറുവടി പയറ്റെന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ആ പ്രത്യേക വിഭാഗത്തിൽ കണ്ണുകെട്ടി പയറ്റ് നടത്തി മികവ് തെളിയിച്ചതിനാണ് ഇവിടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സാത്വിക സ്ഥാനം പിടിക്കുന്നത്. 8 വയസ്സെന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രായമൊന്നും അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കൊഞ്ചിക്കാൻ വേണ്ടി മാത്രം തോന്നുന്ന ഒരു പ്രായത്തിൽ സാത്വിക എന്ന ചെറിയ പെൺകുട്ടി ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുന്ന തരത്തിലേക്ക് താൻ പഠിച്ചതായിട്ടുള്ള ആ സവിശേഷമായിട്ടുള്ള ആ കായിക രൂപത്തെ വളരെ മനോഹരമാക്കി അവതരിപ്പിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുന്ന തരത്തിലേക്കും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കടക്കുന്ന തരത്തിലേക്കും എത്തിയെന്നുള്ളത് നാടിന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. അവിടെ സാത്വികയുടെ കുടുംബത്തിന് മാത്രമല്ല, ത്രിവിക്രമനോ രാധാകൃഷ്ണനോ അന്തരിച്ച മധുവിൻ്റെ ഫാമിലിക്കോ ഇനി സാറിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ നമ്മൾ കരിക്കുകയും വാസികളുടെയും കടകംപള്ളി എന്ന് പറയുന്ന പഴയ പഞ്ചായത്ത് പ്രദേശം, ആ പ്രദേശത്തുള്ളവരുടെയും ഈ നാടിൻ്റെയും ഒക്കെ തന്നെ ഒരു സമ്പന്നമായിട്ടുള്ള സ്വത്തായിട്ട് മാറുകയാണ്. എല്ലാ ഭാവുകങ്ങളും നമുക്ക് സാത്വികയ്ക്ക് നേരാം. ഉത്തരോത്തരം ഉയർച്ച
ഈ കളരിപ്പയറ്റ് എന്ന് പറയുന്ന ആ പ്രത്യേകമായിട്ടുള്ള കായിക രൂപം എന്ന് പറയുന്നത് സവിശേഷമായിട്ടുള്ള ലോകശ്രദ്ധയെ ആകർഷിച്ച കായിക രൂപമാണ്. ഉത്തര മലബാർ കളരിപ്പയറ്റിൻ്റെ കേന്ദ്രമാണ്. ഒരാളെ കണ്ടപ്പോൾ ഉണ്ണിയാർച്ചയെ പോലെയാണ് ഇരിക്കുന്നത്. ഉണ്ണിയാർച്ചമാരാണ് യഥാർത്ഥത്തിൽ കളരിപ്പയറ്റിൻ്റെ വേഷവും കെട്ടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു വലിയ നീളമുള്ള വാളുമൊക്കെ ആയിട്ട് ചാടി വീണ് തൻ്റെ ശത്രുക്കളെ ആക്രമിച്ച് വീഴ്ത്തുന്നതായിട്ടുള്ള ഉണ്ണിയാർച്ചയുടെ രൂപമാണ്. ഉണ്ണിയാർച്ചയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരം ഉണ്ണിയാർച്ചമാരെ സൃഷ്ടിക്കുന്ന ഒരു കായിക രൂപമാണ് കളരിപ്പയറ്റ്. ആ കളരിപ്പയറ്റിൽ 8 വയസ്സുകൊണ്ട് തന്നെ ഈ മേന്മയേറിയ നേട്ടം കരസ്ഥമാക്കിയ സാത്വികയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിവിടെ നേരുകയാണ്. സാത്വികയുടെ ഭാവി ജീവിതത്തിൽ അത് കലയും സാഹിത്യവും സാംസ്കാരികവും കായികവും ഒക്കെ ആയിട്ടുള്ള എല്ലാം ചേരുന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ള ഭാവി ജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. വലിയ വളർച്ച സാത്വികയ്ക്ക് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സ്നേഹസദസ്സ്, ഈ ആദരവ് നൽകുന്നതായിട്ടുള്ള ഈ സ്നേഹസദസ്സ് നമ്മുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും, എനിക്ക് തോന്നുന്നു സാത്വിക പഠിക്കുന്ന സ്കൂളിലെ സിസ്റ്റേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നിയതാണ്. അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം സാത്വികയ്ക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. നമസ്കാരം. സാത്വിക പ്രവീണിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2025 ഇടം നേടിക്കൊടുത്ത കളരിപ്പയറ്റിലെ കുറുവടിപ്പയറ്റ് വിഭാഗത്തിൽ കണ്ണുകെട്ടിപ്പയറ്റിലെ ആ രംഗം ഇവിടെ സാത്വികയും കളരി ഗുരുക്കൾ ശ്രീ BS രാജേഷ് നായർ സാറും അവതരിപ്പിക്കുന്നതാണ്. 2007 മുതൽ കളരിപ്പയറ്റ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ വാളും പരിചയം ഇനത്തിൽ തുടർച്ചയായി 10 വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻ ആവുകയും തുടർന്ന് പല മത്സരങ്ങളിൽ ജഡ്ജായും കുട്ടികൾക്ക് നല്ലൊരു അധ്യാപകനായും മാറുകയായിരുന്നു സർ. സാറിനെയും മറ്റു കളരി അഭ്യസിക്കുന്ന കുട്ടികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇപ്പോൾ വിശിഷ്ട വ്യക്തികളായിട്ട് കടകംപള്ളി സാറിനൊക്കെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഞങ്ങളുടെ കെൽട്രോണിലൊക്കെ അതുപോലെ ശ്രീകുമാർ സാർ, ഇവരെല്ലാം ഞങ്ങളുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങളുടെ പ്രോത്സാഹനം തന്നിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ KC ലേഖ ചേച്ചി, ബോക്സിംഗ് ചാമ്പ്യൻ, എന്നെ വളരെയധികം ഞാൻ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് KC ലേഖ. ഒരുപാട് എൻ്റെ ഒരു മെൻറ്ററും കൂടെയാണ്. ഇപ്പോൾ ചേച്ചി സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ ആൾക്കാരാണ് ഇവരെല്ലാം. ഇവരുടെ മുന്നിൽ ഈ കളരിപ്പയറ്റ് അവതരിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ ഒരു ചടങ്ങ് ഇങ്ങനെ തന്നെ ഇനോഗ്രേറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ത്രിവിക്രമൻ ആശാൻ അദ്ദേഹമാണ് മുൻകൈ എടുത്ത് പറഞ്ഞത്. കാരണം ഇങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികളുടെ മുന്നിലാണ് ആദ്യം ചെയ്യേണ്ടതെന്ന്. ഇതിലൊക്കെ ഉപരി ഈ കുട്ടികളും അവരുടെ പേരൻസുമാണ് ഈ അവാർഡ് അർഹിക്കുന്നത്. ആ കുട്ടിയെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറയാം. സാത്വിക ഒരു 3.5 വയസ്സുള്ളപ്പോഴാണ്, സാധാരണ കളരികളിൽ 3.5 വയസ്സുള്ളപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാറില്ല കൊണ്ടാക്കുന്നത്. അന്നൊരല്പം തടിച്ചിട്ട് ഒരു പ്രകൃതമായിരുന്നു, ശരീരപ്രകൃതി. അച്ഛനും അമ്മയും കൊണ്ടാക്കുന്ന. ഇപ്പോൾ ആ കുട്ടിയുടെ അനിയത്തി എങ്ങനെയാണോ ഏകദേശം അതിനേക്കാളും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാം സംശയമായിരുന്നു ഈ കുട്ടി പഠിക്കുമോ എങ്ങനെയൊക്കെ. അങ്ങനെ ഒരു 6 മാസത്തോളം എൻ്റെ ഒരു മേശയും കസേരയുണ്ട്, അതിൻ്റെ പുറത്തങ്ങനെ ഇരുത്തിയൊക്കെയായിരുന്നു ചെയ്തത്. ഒരു 6 മാസം കഴിഞ്ഞിട്ട് ആദ്യം അച്ഛനെ ഒഴിവാക്കി, പിന്നെ പതിയെ അമ്മയെ ഒഴിവാക്കി, പിന്നെ ഇതിലോട്ട് വന്ന് വീഴുകയാണ് ചെയ്തത്. മറ്റു സീനിയേഴ്സായിട്ടുള്ള കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ട് അത് അനുകരിക്കുകയാണ് ചെയ്തത്. അതൊരു വലിയ പഠനമാണ്. ഈ പ്രകൃതിയിലുള്ള പഠനം തന്നെയാണ് ആ കുട്ടി ചെയ്തത്. അല്ലാതെ ഞാനായിട്ടൊരു എഫേർട്ടും എടുത്തില്ല. ഇപ്പോൾ ഞാനല്ലെങ്കിലും വേറൊരു ഗുരുക്കളുടെ കീഴിൽ കിട്ടിയാൽ പോലും ആ കുട്ടി ഇങ്ങനെയൊക്കെ തന്നെ പെർഫോം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഒരു കോൺട്രിബ്യൂഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ മുകളിൽ നിൽക്കുന്ന ഗുരുക്കന്മാരുടെ അനുഗ്രഹം. ഈ കുട്ടി ചിലപ്പോൾ ആ ലീനേജിൽ വന്നതുകൊണ്ടാവാം അങ്ങനെ പറ്റുന്നത്. എല്ലാവർക്കും ഇല്ല. ഒരു 140ഓളം സ്റ്റുഡൻസിനെ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് നിലവിൽ. അപ്പോൾ അതിലൊന്നും ഇല്ലാത്ത ചെറിയ പ്രത്യേകതകൾ ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഏത് സൈസിലൊന്നും കാര്യമില്ല. കളരിപ്പയറ്റിൽ അർപ്പണ മനോഭാവം പ്രധാനമാണ്. ഇതിനോട്ട് കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതെങ്ങനെയാണ് പോകേണ്ടത്, അതിൻ്റെ ചുവടുകൾ മൂവ്മെൻറ്റ്സ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഈ കുട്ടി പയറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് കണ്ണുകെട്ടി പയറ്റ്. ഈ പയറ്റിനൊരു പ്രത്യേകത, ഇതൊരു മുച്ചാൻ അല്ലെങ്കിൽ കുറുവടി ഷോർട്ട് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിൽ സാധാരണ കണ്ണ് തുറന്നാണ് പയറ്റേണ്ടത്. കണ്ണ് കെട്ടി പയറ്റിയാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കയ്യിലെല്ലാം കൃത്യമായിട്ടുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ അടി വീഴും. അത്ര സ്പീഡിലാണ് പയറ്റുന്നത്. കാരണം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന അങ്കത്താരിയാണ്, അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ കുട്ടി അല്ലാതെ 3-4 പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി ഈ പ്രായത്തിൽ ഇത്ര കൃത്യമായിട്ട് അയാളെക്കാളും
കുറച്ചുകൂടെ സൈസൊക്കെ ഉള്ള ആ ഒരാളുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ കൈയിൻ്റെ ചലനം, കാലിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ആദ്യം അയച്ചു, 8 മാസം മുമ്പ് ഞങ്ങൾ ഇത് അയച്ചു കൊടുത്തപ്പോൾ അവർ അതിൻ്റെ വീഡിയോ റെക്കോർഡിങ് യഥാർത്ഥത്തിൽ അവിടെ പോയി ചെയ്യേണ്ടതാണ്. പക്ഷേ ഭാഗ്യത്തിന് നമ്മുടെ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൽ, ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ ഇതുപോലെ നിറഞ്ഞ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്ത് തന്നെയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ അത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പോവുകയാണെങ്കിൽ അതും ഭഗവാന്റെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം. ആദ്യമായി സല്യൂട്ടേഷൻ, പൂത്രവന്ദനം. ഇതൊരു വടക്കൻ കളരി സമ്പ്രദായമാണ്. ഒരു കളരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാരെയും ഭൂമിയെയും ആകാശത്തിനെയൊക്കെ വണങ്ങിക്കൊണ്ട് തുടങ്ങുന്ന ഒരു സ്റ്റെപ്പാണ് ഇവിടെ. സാധാരണഗതിയിൽ നമ്മുടെ പൂത്രയെ നോക്കി ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കാണുന്നത്. അതിനൊപ്പം തിരിഞ്ഞ് ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളിനെ വണങ്ങിക്കൊണ്ട് ചെയ്യുന്ന ഒരു വടക്കൻ സമ്പ്രദായ രീതിയാണ് നിങ്ങൾ കാണുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള കമാൻഡുകളെല്ലാം ഉണ്ട്. അങ്ങനെ വായ്ത്താരി എന്ന് പറയും. നന്ദി. ഒരു നല്ല ട്രെയിനർ ഉണ്ടെങ്കിലും നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആയുധം മൂർച്ചയേറിയ ഒരു ഡാഗറാണ്. അതുകൊണ്ടുള്ള അറ്റാക്കിനെ ഡിഫെൻസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇതൊരു തെക്കൻ സമ്പ്രദായ രീതി. നന്ദി. അൺആംഡ് കോമ്പാക്ട് ബെയർ ഹാൻഡ് ഫൈറ്റ്. നന്ദി. ആധുനിക കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ ഒരു ഫൈറ്റ് രീതി. പെട്ടെന്ന് തന്നെ ചില അറ്റാക്കുകളെ നേരിടേണ്ട ടെക്നിക്സ് ഒരു 4000 വർഷം മുമ്പ് തന്നെ നമുക്ക് ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്.
കച്ച കൊണ്ട് അല്ലെങ്കിൽ ഷോള് അല്ലെങ്കിൽ തള എന്നൊക്കെ പറയും, അതുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടത്. കെട്ടിപ്പൂട്ടിയിരുത്തുക. ഇത് മുച്ചാൺ, 3 ചാണുള്ളൊരു വടി. അതിൻ്റെ അടിയും തടയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന രീതിയാണുള്ളത്. നിങ്ങൾക്ക് കാണാം. ഈ ഐറ്റം അവതരിപ്പിച്ചതിനാണ് സാത്വികയ്ക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അവസരം കിട്ടിയത്. അതിനായി ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ വച്ച് ഈ അവാർഡ് കൂടി കൊടുത്ത് പൂർത്തിയാക്കണം. അവാർഡ് നൽകുന്നതിലേക്കായി ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ക്ഷണിക്കുന്നു. സർട്ടിഫിക്കറ്റ് നൽകുന്നതിലേക്കായി ബോക്സിംഗ് ചാമ്പ്യൻ ശ്രീമതി ലേഖയെ ക്ഷണിക്കുന്നു. പല വേദികളിലും വച്ച് ബഹുമാനനായ നമ്മുടെ MLA എന്നെ ആദരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ കൊച്ചുമകള കണക്കായിട്ട് ഞാൻ അദ്ദേഹത്തെ നിങ്ങളെ ഏവരുടെയും അനുവാദത്തോടു കൂടി പൊന്നാട എണീച്ച് ആദരിക്കുന്നതാണ്. സാദരം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. കാര്യം ഇങ്ങനെ അത്യപൂർവമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്വാതികയും അല്ലേ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുമൊക്കെ ഇവിടെ പ്രകടനം കാഴ്ചവെച്ചത്. അങ്ങേയറ്റം സന്തോഷം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് ഇതുപോലെ ഇവിടെയുള്ള പൗരാവലിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ ഒരു സ്വീകരണം അത് അങ്ങേയറ്റം വളരെ സന്തോഷം നൽകുന്നു എന്നുള്ളൊരു കാര്യമാണ്. കാരണം എത്രയോ വർഷം ഈ കുട്ടികൾ പരിശീലനം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു നേട്ടം അവർ നേടുന്നത്. നമ്മളുടെ നാടിനും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഈ കുട്ടികൾ ഈ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത് എത്രയോ എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. സ്വാതികയോടൊപ്പം കൂടെയുള്ള കുട്ടികൾക്കും അതൊരു പ്രചോദനമാണ്. ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ ബഹുമാനപ്പെട്ട ഇവരുടെ ഗുരുനാഥൻ, എൻ്റെ സഹോദര തുല്യം കാണുന്നതാണ് രാജേഷിനെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കുട്ടികളൊക്കെ എത്ര നാളായി പരിശീലനം നടത്തിയിട്ടുള്ളത്? പ്രത്യേകിച്ചും സ്വാതിക 3-3.5 വയസ്സൊക്കെ ആകുമ്പോഴാണ് പരിശീലനം തുടങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഞാനൊരു ലോക ചാമ്പ്യനാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്പോർട്സ് എന്ന ഈ ഒരു വിഭാഗത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത്രയൊക്കെ ഇന്ത്യക്ക് വേണ്ടി ഒരു 20ഓളം തവണ രാജ്യത്തിന് വേണ്ടി മത്സരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ലോക ചാമ്പ്യനായി.
2021 മേജർ ധ്യാൻചന്ദ് അവാർഡ് കിട്ടി. ഇതൊക്കെ നമ്മളുടെ ആ ഒരു അവാർഡ് കിട്ടിയപ്പം അറിയുന്നതല്ലാതെ അതിനു മുമ്പിലുള്ള എത്രത്തോളം കഠിനാധ്വാനം ഉണ്ട് എന്നുള്ളത് ഒരു കായിക താരം എന്ന നിലയിൽ എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പം ഞാൻ ഈ കുട്ടികൾ പരിശീലനം ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ വികാസ് ഭവൻ അല്ലേ, വികാസ് ഭവനിലാണ്, പോലീസ് ക്വാർട്ടേഴ്സിനടുത്തുള്ളൊരു സ്ഥലത്ത്, അവിടെയാണ്, അതിനകത്താണ് എന്നറിഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയത് തന്നെ എത്രയോ കുട്ടികൾ ഇത്രയും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. എന്തായാലും നമുക്കറിയാം, ഇത്രയും ചെറിയ ഒരു പ്രായത്തിൽ ഇത്രയും വലിയൊരു നേട്ടം ഒരുപക്ഷെ ഈ കുട്ടികൾക്കറിയില്ല ഇവരെത്രത്തോളം നേടി, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അവർ വളർന്നു വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു 8 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം അത്രയും ചെറിയ കുഞ്ഞു മനസ്സിൽ എത്രയൊക്കെ ചിന്തിക്കാൻ പറ്റും. അവർ കളിച്ച് നടക്കേണ്ട പ്രായമാണ്. പക്ഷേ ഇത്രയും ഒരു ഫോക്കസ് ചെയ്ത് കളരി എന്നൊരു വിഭാഗത്തിൽ ഇത്രയധികം ഫോക്കസ് ചെയ്ത് അവർക്കതിന് തക്കതായ നല്ലൊരു ഗുരുനാഥനെയും കിട്ടി. ഒരാൾ നല്ല അവരോടൊപ്പം സഹകരിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും അച്ഛൻ, അമ്മ, ഫാമിലി എല്ലാവരും, പിന്നെ അതുപോലെ തന്നെ അപ്പൂപ്പൻ നല്ല സപ്പോർട്ടാണെന്ന് പറയുന്നു. എപ്പോഴും കുട്ടിയുടെ കൂടെ പരിശീലനത്തിനും മറ്റുമൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. നല്ലൊരു കായിക താരമാകുവാൻ വേണ്ടി നമുക്ക് നമ്മളുടെ ഏറ്റവും ഒരു കായിക താരം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ കുടുംബവും അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കോച്ചസ് ഇല്ലെങ്കിൽ ഗുരുനാഥക്കന്മാരും ഒക്കെയാണ്. അതോടൊപ്പം ഈ ഒരു പൗരാവലിയും കൂടെ ചേരുമ്പോൾ ആ കുട്ടികൾക്ക് ഇനിയും വളർന്നു വരാനുള്ളൊരു പ്രചോദനമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു അവസരത്തിൽ സ്വാതിക പ്രവീണിനെ പ്രത്യേകം ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ആ മോളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് മക്കൾ ഇവിടെയുണ്ട്. എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. മക്കളെ, നിങ്ങൾ കളിച്ച് ജയിക്കണം. ആദ്യം തിരുവനന്തപുരത്തിന് വേണ്ടി കളിക്കണം, അതിനുശേഷം കേരളത്തിന് വേണ്ടി കളിക്കണം, അതിനുശേഷം ഇന്ത്യക്ക് വേണ്ടി കളിക്കണം. ആ ഒരു സ്വപ്നമായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടല്ല നമ്മൾ ഇവിടെ പോകുന്നത് അല്ലേ. നമ്മൾ ജനിച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വേണം നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ. കൂടെ നിന്ന് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തുകൊണ്ടും വലിയ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഷാത്വിക ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം നേടി എന്നറിഞ്ഞ സമയത്ത് വളരെ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ കരിക്കകത്തെ തന്നെ ഒരു വലിയൊരു കുടുംബത്തിൽ ഉള്ള, അതായത് ഭാസ്കര ശാസ്ത്രിയുടെ കുടുംബത്തിൽ പിറന്ന ആ കുടുംബത്തിലുള്ള ഒരു കുട്ടിക്ക് കലാരംഗത്ത് അല്ലെങ്കിൽ കായിക രംഗത്ത് ഒരു വലിയൊരു റെക്കോർഡ് കുട്ടിക്കാലത്ത്, അതായത് എട്ടാമത്തെ വയസ്സിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഒരു നേട്ടം തന്നെയാണ്. ഈ ഷാത്വികയുടെ അമ്മയും അച്ഛനും ആദ്യം ആഗ്രഹിച്ചിരുന്നത് ഈ കുട്ടിയെ നൃത്തം പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കരോട്ട പഠിക്കുന്നതിലേക്ക് പോവുകയും അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി കരാട്ടയിലും നിൽക്കാതെ കളരിപ്പയറ്റിലേക്ക് പോവുകയുണ്ടായി. എന്തായാലും നല്ല പെർഫോമൻസാണ് ഇവിടെ ഷാത്വിക ഉൾപ്പെടെയുള്ള മറ്റെല്ലാവരും ഇവിടെ അവതരിപ്പിച്ചത്. എന്തായാലും ഇവർക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാതിക പ്രവീൺ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ, വളരെ കൊച്ചിലേ തന്നെ ചാക്ക നഴ്സറിയിലും അതുപോലെ തന്നെ ചാക്ക വയ്യമ്മയുടെയും എല്ലാ കലാപരമായിട്ടുള്ള പരിപാടികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മിടുമിടുക്കിയായ ആളാണ്. ഈ കളരിപ്പയറ്റിലേക്ക് എങ്ങനെ മാറി എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴാണ് ബോധ്യം വന്നത്. കളരിപ്പയറ്റ് മാത്രമല്ല, ഒരു ബഹുമുഖ പ്രതിഭ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഇപ്പോൾ കായിക രംഗത്തും കൂടി ബന്ധപ്പെട്ടുകൊണ്ട് മാറുന്നത്. അത് ഈ നാടിൻ്റെ തന്നെ
സ്വാഭാവികമായും സ്വാത്വിക ഞങ്ങളെ കുടുംബാംഗമാണ്. ഇപ്പം ഈ നാടിൻ്റെ മൊത്തം മിടുമിടുക്കിയായി മാറിയിരിക്കുകയാണ്. ത്രിവിക്രമൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യവും ചരിത്രവും അതിനെ അതിജീവിക്കുന്ന രൂപത്തിലേക്ക് മാറുന്ന ആളായി സ്വാത്വിക മാറുകയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഉൾപ്പെടുക എന്നുള്ളത് മാത്രമല്ല, കേവലം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ നാടിൻ്റെ അഭിമാനമായി ഇത്രയും ഉന്നതിയിൽ ഉയർച്ചയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ തന്നെ അഭിമാനമായി മാറുന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങളും ഈ കുട്ടിയുടെ ഇതുപോലുള്ള കാര്യങ്ങളിൽ കഴിവ് വികസിപ്പിക്കുന്നതിന് നല്ല പ്രോത്സാഹനവും സഹായവും നൽകുന്ന കുടുംബവും അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക എന്നുള്ള കാര്യവും സൂചിപ്പിച്ചുകൊണ്ട് ചാക്ക വയ്യമ്മയുടെ ഒരു അംഗം കൂടിയാണ്. നമ്മുടെ ബാലസംഘം പ്രവർത്തനങ്ങളിലെല്ലാം സ്വാത്വികയുണ്ട്. ബാലവേദിയുടെ മത്സരങ്ങളിലെല്ലാം തന്നെ ഉള്ള ആളാണ്. അപ്പോൾ ചാക്ക വയ്യമ്മയുടെ ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ സ്വാത്വികയ്ക്ക് ഞാൻ നൽകുകയാണ്. വയ്യമ്മയുടെ അംഗീകാരം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കേരള ക്ഷേത്രവാദികള അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പല അരങ്ങുകളിലും വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ള മുൻ മേയറാണിത്. അദ്ദേഹത്തിന് ഇന്നും കൊച്ചുമോള് കണക്കായിട്ട് ഞാൻ പൊന്നാടണിച്ച് ആദരിക്കണം നിങ്ങളുടെ അനുവാദത്തോടു കൂടി. ഇവിടെ നമ്മൾക്കെല്ലാം സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഏറ്റവും 8ാം വയസ്സിൽ ഇങ്ങനെ ഒരു അവാർഡ് അല്ലെങ്കിൽ ഗിന്നസ് ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം കണ്ടെത്തിയ സാധ്യ പ്രവീണിന് എൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു അഭിമാനമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ സ്വാതികയെ ആദ്യമായി കാണുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാമിനാണ്. അപ്പോൾ തന്നെ എനിക്ക് മോളെ അറിയാം. മോള് അവിടെ പങ്കെടുക്കാത്ത ഒരു പരിപാടിയും ഇല്ല, എല്ലാ പരിപാടിക്കും മോളുണ്ടാവും. അപ്പോഴേ ഞാൻ മോള് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് സ്വാതികയാണ് എന്നെനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് സ്വാതികയാണ് ഈ മിടുക്കി കുട്ടിയെന്ന് എനിക്കറിയാൻ സാധിച്ചത്. കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായി, കലാപരമായി എല്ലാവരും ഒരു കുടുംബത്തിലെ എല്ലാവരും കലാകാരന്മാരും കലാകാരികളുമാണ്, അധ്യാപകരാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കൊച്ചുമോളെയും കൊണ്ടുവരിക എന്ന് അപ്പൂപ്പൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ രീതിക്ക് തന്നെ മോള് നല്ലൊരു പ്രശസ്തിയായി. 8 വയസ്സായിട്ടേ ഉള്ളൂ. 8 വയസ്സുള്ള കുട്ടി കണ്ണ് കെട്ടി ഇങ്ങനെ ഈ കുറുവടി കൊണ്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ. എനിക്കൊന്ന് പറയാനുള്ളത് വെച്ചാൽ സ്വാതികയുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കുഞ്ഞു മോൾക്ക് ഇത്രയും ദൂരത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഇനിയും ഇഷ്ടംപോലെ ധാരാളം കഴിവുകളുള്ള ഒരു കുട്ടിയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാ കുട്ടികളും ലഹരി അതിൻ്റെ ഓരോ മായാലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ എല്ലാവരും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള നമ്മൾ കുട്ടികൾ പഠിച്ചോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കായിക രംഗത്തുകൂടി അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക. അപ്പോൾ നമ്മുടെ സ്വാതികയ്ക്കും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഞാനൊരു ആശംസ നേരുകയാണ്. സ്വാതിക ഇനിയും മുന്നോട്ട് പോകട്ടെ, നല്ല മിടുക്കി കുട്ടിയായിട്ട് വരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 8ാം വയസ്സിൽ ഇന്ത്യ ബുക്ക് റെക്കോർഡ്സ് സ്വന്തമാക്കിയ സാത്വിക പ്രവീണിനും അതേപോലെ നല്ല രീതിയിൽ മിടുക്കരായ കളരിപ്പയറ്റ് അഭ്യസിച്ച വിദ്യാർത്ഥിനികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുകയാണ്. സാത്വിക പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി മുതുപുത്തച്ഛൻ തുടങ്ങി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാസ്കര ശാസ്ത്രികൾ അധ്യാപക രംഗത്തും ഭാഷാ പണ്ഡിത രംഗത്തും കരിക്കകത്തെ പ്രഗത്ഭനായ ഒരു പ്രശസ്തനായ ഒരു അധ്യാപകനായി ജീവിച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞ
ഭാസ്കര ശാസ്ത്രികളുടെ ചെറുകുട്ടിയാണ് സാത്വിക പ്രവീൺ. അതുപോലെ തന്നെ നമ്മുടെ കഥകളി രംഗത്ത് അതിപ്രഗത്ഭനായ കരിക്കകം ത്രിവിക്രമൻ്റെ ചെറുകുട്ടിയാണ്. അങ്ങനെ പാരമ്പര്യമായി പല മേഖലകളിലും പ്രാവീണ്യം തെളിച്ച ഒരു കുടുംബത്തിലുള്ള ഒരു കുട്ടിയാണ് സാത്വിക പ്രവീൺ. അങ്ങനെ ഓരോ ഇത്തരം പരിപാടികൾ ഈ സാത്വിക പ്രവീണിന് വേണ്ടിയും അതുപോലെ തന്നെ കളരിപ്പയറ്റ് അഭ്യസിച്ച വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഇവിടെ മുഖ്യ സംഘാടകനായി നിന്ന നമ്മുടെ ഡോക്ടർ ബി രാധാകൃഷ്ണനും ഡോക്ടർ കരിക്കകം ത്രിവിക്രമനും അവർക്കൊരു ഇനിയുള്ള അവരുടെ ജീവിതയാത്രയിൽ കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ച. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. സാത്വികയ്ക്ക് കിട്ടിയ ഈ നേട്ടത്തിൽ ഭാഗപക്കാവാൻ അവസരം കിട്ടിയത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ കുട്ടികളെല്ലാം സ്പോർട്സിൻ്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടമാണ് ആലോചിക്കുന്നത്. ഇവരെ പോലെ തന്നെ വർഷങ്ങളോളം ട്രാക്കിൽ സ്റ്റേഡിയത്ത് പ്രാക്ടീസ് ചെയ്ത് വളരെ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശേഷം ഒരു കായിക താരമായിട്ടാണ് ഞാൻ രംഗപ്രവേശം ചെയ്യുന്നത്. 1968-69 കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയും അത് കഴിഞ്ഞ് കേരളത്തിനെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിലുമൊക്കെ ഒരു സ്പോർട്സ് മാനാവാൻ എനിക്ക് സാധിച്ചു. ഞാനൊരു അത്ലറ്റായിരുന്നു. 400 മീറ്റർ 800 മീറ്റർ ഓട്ടക്കാരനായിരുന്നു. അതുപോലെ ഈ കുട്ടികൾക്കും നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ച് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ അവർക്കും അംഗീകാരങ്ങളും മെഡലുകളും ഒക്കെ കിട്ടുമ്പോൾ അവർക്കും ഭാവിയിൽ സ്പോർട്സ് കോട്ടയിലൂടെ ജോലി കിട്ടാൻ ഒരു അവസരം കൂടി ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു അവസരം തന്നതിന് ശ്രീ ത്രിവിക്രമനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും രാധാകൃഷ്ണൻ സാറിനോടും മറ്റിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഈ അവസരത്തിൽ എനിക്കിവിടെ നിന്ന് കുഞ്ഞിനെപ്പറ്റി പറയുവാനുള്ളത്, അവൾ ചെറിയ ക്ലാസ്സിലേക്ക് വന്ന സമയം തുടങ്ങി നമുക്കറിയാം എന്തോ പ്രത്യേകത കുഞ്ഞിൽ ഉണ്ടായിരുന്നു. അവൾ ഏറ്റവും സ്മാർട്ടായിട്ട് തന്നെ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കാൻ സന്തോഷത്തോടെ ഓടി വരുന്നതാണ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ അവൾക്ക് നല്ല ഉയർച്ചയുണ്ടാകുകയും ഇനിയും ധാരാളമായ ഉയർച്ചകളുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവർക്കും കൃതജ്ഞത അർപ്പിക്കാനായി പ്രസിദ്ധ കലാകാരനും സാത്വിക പ്രവീണിൻ്റെ മുത്തച്ഛനുമായ കരിക്കകം ത്രിവിക്രമനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സാത്വികയുടെ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ, സാഹിത്യകാരൻ, മറ്റ് എല്ലാ നമ്മുടെ ചാക്ക കൗൺസിലർ, പേട്ട കൗൺസിലർ, കരിക്കകം വാർഡ് കൗൺസിലർ, രാജേഷ് സാർ, ശ്രീമാൻ ജയചന്ദ്രൻ, സുഗോപാൽ കുളങ്ങര, സാത്വികയെ കൊച്ചിലെ 4 വയസ്സ് മുതൽ പഠിപ്പിച്ച സിസ്റ്റർ തുടങ്ങി ഇന്നിവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നതോടൊപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ YMA ഹാൾ നമുക്ക് ഫ്രീ ആയിട്ട് വിട്ടുതന്ന അസോസിയേഷനിലെ ശ്രീമാൻ
സുധീഷ് അദ്ദേഹത്തിനും ഇതിൻ്റെ എല്ലാ സംഘാടകർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.